ഞാൻ എൻ്റെ പണിയായുധങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണം കേട്ടോ. ഈ ഒരു മെഷറിംഗ് ടേപ്പ് എന്ത് സുഖം. ഇവിടെ നോക്കി നോക്കി ക്ഷീണിച്ച് ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങാം. ഒരാൾ സോഫ നല്ലതാണോ ട്രൈ ചെയ്യുക, നിലത്തിരുന്നിട്ടും ഇരിക്കാൻ പറ്റണത്, അതെന്താണോ എനിക്ക് ടെക്നിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ കിച്ചൺ ബെഞ്ചിൻ്റെ മുകളിൽ നമുക്കൊരു ലൈറ്റ് കുത്തണം. എന്തൊരു കുട്ടി എന്നെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ ഈ മിററാണ് ഉദ്ദേശിച്ചത്. ആണോടാ? ഇത് നമുക്ക് വെരി നൈസ് യുണീക്ക് പീസസ്. ഓക്കെ, നല്ല കൗച്ച്. റേയോൺ ടോട്ടൽ പ്രൈസ് നമുക്ക് അറിയില്ലല്ലോ, അത് പറയുമ്പോൾ എങ്ങാനും ബോധം കെട്ടാലോ ചുറ്റു സുനിൽ ഇപ്പോഴേ കയറി ഇരിക്കുക. മനുഷ്യനല്ലേ, പിന്നെ എന്നെ പോലത്തെ മനുഷ്യനാണെങ്കിൽ ആഗ്രഹവും അത്യാഗ്രഹവും ചിലപ്പോൾ കൂടും. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളെല്ലാവരും സുഖമൊക്കെ തന്നെയാണ്, സെറ്റിലായിക്കൊണ്ടിരിക്കണു. കഴിഞ്ഞ കുറച്ച് വീഡിയോസിന് കിട്ടിയ ഭയങ്കര നല്ല റെസ്പോൺസസ് ആയിരുന്നു കേട്ടോ. കുറേ പേർക്ക് എന്നോട് എഴുതി അറിയിച്ചു, വീടിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ചോദിച്ചിരുന്നു. ആ ഒരു വീടിൽ നിന്ന് മൂവ് ചെയ്ത സംഭവങ്ങളും കുറേ പേർക്ക് ഭയങ്കര വിഷമം, അയ്യോ നമുക്ക് ആ വീട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും എന്നൊക്കെ. ഫാമിലിക്കോ അപ്പം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? We do miss, I don't think it's the house, it's the certain conveniences that we had avade, because of course അത് നമ്മൾ പണിത വീടാണല്ലോ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. ബട്ട് വി ആർ സ്ലോലി ട്രാൻസ്ഫോമിങ് ദിസ് സ്പേസ് ആൻഡ് മേക്കിംഗ് ദിസ് അവർ ന്യൂ ഹോം. തലയുടെ മുകളിൽ കണ്ട സാശു എന്ന കണ്ടൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് പതുക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയി സെറ്റിലായി വരുന്നു. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും പുതിയ എന്തൊക്കെയൊക്കെയാണ് പരിപാടികൾ എന്നൊക്കെ കാണിക്കാനായിട്ടുള്ള ഒരു കുട്ടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. യെസ് ഗൈസ്, സോ ഇവിടെ നമ്മൾ മൂവ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ മറ്റേ വീട്ടിൽ നിന്നുള്ള ഫേർണിച്ചറൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇവിടെ ചില സ്ഥലങ്ങൾ നമ്മുടെ ആ വീടിനെക്കാട്ടും സ്പേസ് കൂടുതലാണ്, ചില സ്ഥലങ്ങൾ ആ വീടിനെക്കാട്ടും സ്പേസ് കുറവുമാണ്. അപ്പോൾ ചില സാധനങ്ങൾ അധികപ്പറ്റായി, ചില സ്ഥലത്ത് എംപ്റ്റി ആയി കിടക്കണു. അപ്പോൾ വി ആർ സ്റ്റിൽ ഫിഗറിങ് ഇറ്റ് ഔട്ട്. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും പണിക്കാരും ഓൾമോസ്റ്റ് എവറി ഡേ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഉള്ള ട്രേഡീസൊക്കെ ഇവിടെ വരുന്നുണ്ട്. ബിക്കോസ് വി കീപ് ആസ്കിങ് പീപ്പിൾ ടു കം ചെക്ക് തിങ്സ്. ഇപ്പോൾ ഈ ബ്ലൈൻഡ്സ് കണ്ടു, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിനകത്തുള്ള ഈ ബ്ലൈൻഡ്സ് മാറ്റണം, അപ്പോൾ അതിൻ്റെ ആൾക്കാർ വരുന്നുണ്ട്, കേട്ടറിൻ്റെ ആൾക്കാർ, അങ്ങനെ കുറേ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സം സ്പേസസ് വി ഫെൽറ്റ് നമുക്ക് ഓക്കെ ഇലക്ട്രിക്കിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റണം. അപ്പോൾ അത് അത്രയും ഡൗൺ ലൈറ്റ്സ് കണ്ടു. ഒരു ബെഡ്റൂമിനകത്ത് തന്നെ ഒരു 8 ഡൗൺ ലൈറ്റ് ഒക്കെ ഇട്ട് ഇറ്റ്സ് ടു ബ്രൈറ്റ്. സോ നമുക്ക് പോയിട്ട് ഹായ് സാഷി ബേബി ഇവിടെ ഉണ്ട് കേട്ടോ. You're Elsa? Avatar? Okay. ശരി. ഇപ്പം അവതാർ കണ്ട പ്രാന്തിലാണ് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് അവതാർ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. എന്നാലും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോഴും അൺപാക്കിങ്ങും പരിപാടികളൊക്കെ. ഹാഫ് ദ ടൈം തുണികളൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ, നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങാം. കുറച്ച് ഹോം ഫേർണിച്ചർ ആൻഡ് മോർ ദാൻ ഫേർണിച്ചർ, ഇലക്ട്രിക് സ്റ്റഫ്, കുറച്ച് ഇലക്ട്രിക് പെൻഡൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ പേർക്ക് വലിയ കാണാനും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റണ അത്രയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇലക്ട്രിക്കിൻ്റെ കുറച്ച് സ്റ്റോഴ്സിൽ കയറണം, ഫേർണിച്ചേഴ്സിൻ്റെ കുറച്ച് സ്റ്റോഴ്സിൽ കയറണം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇനി നമുക്ക്. വി ആർ ഗോയിങ് ബാക്ക് ടു വർക്ക്. നമ്മൾ ലീവിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ലീവ് സമയത്ത് പറ്റണ അത്രയും ചെയ്യണം. അപ്പോൾ അതാണ് ഇപ്പോൾ ഒന്ന് ഇറങ്ങണത്. കുറച്ച് ദിവസമായി വിചാരിക്കണം, നടന്നിട്ടില്ല, ഇവിടെ നിന്ന് അവിടെ ഇറങ്ങാൻ പറ്റണില്ല കേട്ടോ. ഇതിനകത്ത് തന്നെ ദർ ഈസ് സോ മച്ച് ടു ഡു ദാറ്റ് പുറത്തിറങ്ങിയിട്ടുള്ള പരിപാടികളൊന്നും നമുക്ക് നടന്നിട്ടന്നില്ല. ഓക്കെ, സോ വി ആർ റെഡി. നമുക്കിനി പതുക്കെ ഇറങ്ങാം. നമ്മൾക്ക് ചെരിബ്രൂക്കിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഏറ്റവും അടുത്ത് കാസിൽ ഹിൽ തന്നെയാണ്. നമ്മൾ കെൽവിലായിരുന്നപ്പോഴും കാസിൽ ഹില്ലിൽ പോയിട്ടായിരുന്നു നമ്മൾ ആ വീട് വെച്ച കാലത്തും എല്ലാ സാധനങ്ങളും വാങ്ങിയിരുന്നതൊക്കെ കേട്ടോ. 90% സാധനങ്ങളും വാങ്ങിയിരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പരിചയമുള്ള സ്ഥലമാണ്. സോ വി ആർ ഗോയിങ് ടു എ പ്ലേസ് കോൾ ഹോം ആൻഡ് കോ ഇൻ കാസിൽ ഹിൽ. അവിടെ ഇലക്ട്രിക് സാധനങ്ങളും നോക്കണം, ഫർണിഷിങ്ങും നോക്കണം. വീട് വാങ്ങിയാലോ പണിതാലോ മൂവ് ഇൻ ചെയ്താലോ റെൻറ്റിന് എടുക്കണ വീടാണെങ്കിലോ നിങ്ങൾക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ആബ്സല്യൂട്ട് ഹെവനാണ് കേട്ടോ. എന്തൊക്കെ എടുക്കും എന്ന് നമുക്ക് തോന്നിപ്പോണ ഒരു സ്ഥലം. സോ ലെറ്റ്സ് ഗോ, വിൽ ഷോ യു സം വിശേഷം മൂവ് ദർ. ഓക്കെ, വണ്ടിക്കാരി നമ്മളിങ്ങനെ ലിസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കി വെക്കാം കേട്ടോ. എന്തൊക്കെയൊക്കെയാണ് വേണ്ട, എല്ലാം കൂടെ ഒന്നും നടക്കുമെന്ന് തന്നെ അറിയില്ല കേട്ടോ. സമയം പെർമിറ്റ് ചെയ്യണതനുസരിച്ചിട്ട്. കുഞ്ഞു പിള്ളേരൊക്കെ ബാക്കിലുണ്ട് റെഡി ആയിട്ട്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു കാസിൽ ഹിൽ. നമുക്ക് തൊട്ടന്നെയാണ് കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. ചെറിയ കൊടുക്കുന്ന കാസിൽ ഹിൽ തൊട്ടന്നെയാണ്. സോ ലെറ്റ്സ് ഗോ ടു ഹോം കോ.
ഓക്കെ, നമ്മൾ ഹോം ആൻഡ് കോലെത്തി. ആദ്യം കണ്ട ഓഫ് ഡിസൈൻ ഫർണിച്ചറിലാണ്. ഒന്ന് കയറി നോക്കി. നമുക്ക് ഒരു കൗച്ച് എക്സ്ട്രാ വേണ്ടി വരും നമ്മുടെ വീട്ടിൽ. ഒരു എക്സ്ട്രാ ലിവിങ് റൂം ഉണ്ട്. അപ്പോൾ ഓരോ കൗച്ചുകളൊക്കെ ഒന്ന് പതുക്കെ നോക്കി തുടങ്ങണമെന്ന് മാത്രം. ഏതൊക്കെയൊക്കെയാണ് ഇപ്പോൾ ഓപ്ഷൻസ് ഉള്ളതെന്ന് നമുക്കറിയില്ല. ഇപ്പോഴത്തെ സ്റ്റൈൽ എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ് ഇവിടെ. നമ്മളോരോ സോഫയിൽ ഇങ്ങനെ ഇരിക്കാട്ടോ, ബിന്ദു പണിക്കരെ പോലെ ഇരുന്നാൽ കുതിച്ച് പൊങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ ലെതറെല്ലാം നോക്കണേ. നമ്മുടെ കയ്യിൽ 2 ലിവിങ് റൂമിൽ ലെതേഴ്സാണ്. ഇത് മൂന്നാമത്തേൽ വി വോണ്ട് ലൈക്ക് ഫാബ്രിക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കണമെന്ന് മാത്രം. ഇഷ്ടപ്പെട്ടാ സാഷു ബേബി? നമ്മളിങ്ങനത്തെ ഒരു എൽ ഷേപ്പ് സംഭവമാണ് നോക്കണം കേട്ടോ. ഒരു എക്സ്ട്രാ സീറ്റിങ്ങിനും ഇരിക്കാമല്ലോ. സെയിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും. ഇതിനൊക്കെ എത്ര? $3,696 ഫോർ ദ ഹോൾ സെറ്റ്. then you can customize into whatever fabric color you want. ഇഷ്ടമായി അമ്മണിക്ക്? ഇതൊക്കെ വാങ്ങിയ ഫുൾ തിരിയൽ തന്നെയാവും. സ്വിവൽ ചെയർ ആണത്. നമുക്ക് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയയിൽ 2 ഇങ്ങനത്തെ സിംഗിൾ അങ്ങനത്തെ സോഫ ചെയർ ചെയ്യാം. റെസ്റ്റ് ഉള്ളതാണ് നോക്കണേ. അങ്ങനത്തെ കൂടെ വേണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കുന്നുണ്ട്. ലൈറ്റ്സ് നോക്കാനുണ്ട്. മിക്കവാറും റഗ് നോക്കേണ്ടി വരും. ഈ പിള്ളേരെ വെച്ച് എന്തൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരിക്കണം നമ്മൾ. ഞാൻ എൻ്റെ പണിയായുധങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്നേക്കണം കേട്ടോ. ഈ ഒരു മെഷറിംഗ് ടേപ്പ് കൊല്ലങ്ങളായി നമ്മുടെ കൂടെ. ഇത് വളരെ അത്യാവശ്യമാണ്. എസ്പെഷ്യലി ഫർണിച്ചർ ഷോപ്പിംഗ് പോകുമ്പോൾ വീട്ടിലെ മെഷർമെൻറ്റ്സ് കൊടുക്കുക ആൻഡ് ഇതും വെച്ച് നടക്കുക. സോ ലൈക്ക് ശശികരൻ ആശാരി ഐ എം ഗോയിങ് എല്ലായിടത്തും. ഒരാൾ സോഫ നല്ലതാണോ ട്രൈ ചെയ്യുക, നിലത്തിരുന്നിട്ടും ഇരിക്കാൻ പറ്റണത്. അതെന്താണോ എനിക്ക് ടെക്നിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ജെയിംസ് ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തൊരു സ്റ്റോറിലാണ് കേട്ടോ. ഇവിടെയും നല്ല നല്ല കളക്ഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ആക്ച്വലി ഇതിൻ്റെ ഡിസൈനറും കൂടെയാണ്. അവരാണ് ഇതിൻ്റെ ഫർണിച്ചറൊക്കെ സോഴ്സിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ചെയ്യണേ. നമ്മളിവിടെ കുറച്ച് കുഷൻസ് അല്ല, സ്വിവൽ ചെയർസും ഒരു എക്സ്ട്രാ നമുക്ക് വേണ്ട ലിവിങ് റൂമിലത്തേക്കുള്ള ഒരു സോഫയൊക്കെ നോക്കിയിട്ടുണ്ട്. അവർ എത്രയാവുമെന്ന് നോക്കാൻ വേണ്ടി പോയിക്കാം. അത് പറയുമ്പോൾ അപ്പോൾ എത്രയാവും ടോട്ടൽ പ്രൈസ് നമുക്കറിയില്ലല്ലോ. അത് പറയുമ്പോൾ എങ്ങാനും ബോധം കെട്ടാലോ വെച്ചിട്ട് സുനിൽ ഇപ്പോഴേ കയറി ഇരിക്കുക. ഇപ്പോഴേ ഇരിക്കുകയാണ് കേട്ടോ. ബട്ട് വിൽ നീഡ് ഡ്രഗ്സ് ഓൾസോ. എന്തൊക്കെ വേണമല്ലോ. നമ്മളൊരു വീട് മൂവ് ചെയ്തിട്ടും പോരാ. നമ്മുടെ കയ്യിൽ ഇത്രയും ഫർണിച്ചറുണ്ട്. എത്ര ബുദ്ധിമുട്ടിയിട്ട സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചത് നിങ്ങൾ കണ്ടല്ലേ. എന്നിട്ടും നമുക്ക് ഇനിയും സാധനങ്ങൾ ആവശ്യമുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സ്പേസ് റൈറ്റ്. എന്താണ് ഇതാണെങ്കിൽ പൂരക്കച്ചറ. അതിനെ ഞാൻ ഒതുക്കാൻ വേണ്ടി ഒരു ലോലിപോപ്പൊക്കെ കൊണ്ട് വെച്ചു. എന്നിട്ടും അത് കച്ചറ. അത് പിടിച്ചോണ്ടത് കച്ചറ. ഒരു വിധത്തിൽ നമ്മൾ ജെയിംസ് ലൈനിൽ നിന്ന് ഇറങ്ങി. അവർ നമുക്ക് കോട്ടൊക്കെ തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് കുറച്ച് ദിവസം ടൈം ഉണ്ട് ടു ഫിഗർ ഔട്ട്. വീട്ടിൽ പോയി മെഷർമെൻറ്റ്സ് ഒക്കെ എടുത്തൊക്കെ. നല്ല വിശപ്പ് കേട്ടോ. നമ്മൾ കാര്യമായിട്ടൊന്നും രാവിലെ കഴിച്ചിട്ടില്ല. ഇവിടെ ആക്ച്വലി ഫുഡ് ഓപ്ഷൻസ് അധികം ഇല്ല, വളരെ ലിമിറ്റഡേ ഉള്ളൂ. നമ്മൾ വരുമ്പോഴൊക്കെ ഈ ഫിഷ് ബോണെന്നാണ് വാങ്ങാറ്. ഫിഷ് ബോണല്ലേ? വിഷ് ബോൺ. ഫിഷ് അല്ല കേട്ടോ, വിഷ് ബോണിൽ പോയിട്ട് നമ്മൾ കുറച്ച് ബർഗറും ടെൻഡറും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ പറഞ്ഞിട്ട് പോയി ഇരിക്കുക. ഇനി ഫുഡ് അടിച്ചിട്ട് വേണം ബാക്കി കടകളും കൂടെ ഒന്ന് കയറാൻ. ചിക്കൻ ടെൻഡേഴ്സ്, ഫ്രൈസ്, നമ്മളൊരു ഓസി ബർഗറാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതൊരു എൻ്റെ അമ്മേ ഇത് ഭയങ്കരമായി പോയല്ലോ. ഞാൻ ഇത്രയും വലുതാവും വിചാരിച്ചില്ല. ഗാർലിക് ചിക്കൻ റോൾ കേട്ടോ. എൻ്റെ മുഖത്തിൻ്റെ അത്ര ഉണ്ടല്ലോ. ഭക്ഷണം കഴിക്കാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോപ്പ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ഥലം ഫ്രീഡം. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഇവിടെ നിന്ന് എടുത്തത് തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഫർണിച്ചർ നമുക്ക് ഇവിടെ നിന്ന് കൂടെ ഒന്ന് നോക്കാം. എല്ലാ സ്ഥലത്തെയും നോക്കിയിട്ട് മതിയില്ല ഫൈനലി ഡിസൈഡ് ചെയ്യണം എവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന്. നല്ല സാധനങ്ങളാട്ടോ അവരുടെ. വെരി നൈസ് യുണീക്ക് പീസസ്. ഓക്കെ, നല്ല കൗച്ച്. എവിടെ ലൈക്ക് ഇവിടുത്തെ സാധനങ്ങൾ ആണോടാ. ഇത് നോക്കൂ, നല്ല ക്യൂട്ടായിട്ടില്ലേ. ഓട്ടോമൻ പോലെയുണ്ട്. ഫുൾ ഇങ്ങനത്തെ ഒരു പ്രത്യേക കളർ. അത്ര കംഫർട്ടബിൾ അല്ല ഇരിക്കാൻ, എന്നാലും ഇറ്റ്സ് ക്യൂട്ട്. ഇറ്റ്സ് നോട്ട് ബാഡ് അല്ലേ. ഐ ലവ് ഇവിടുത്തെ അങ്ങനത്തെ ഹോം വെയർസ് ആൻഡ് ഡെക്കോർ. നമുക്ക് ചട്ടി എന്ത്. ഇനി ഞാൻ ചട്ടിയും ചെടിയും വാങ്ങിയ അവന്മാരൊക്കെ കൂടി എന്നെ തല്ലിക്കൊല്ലും. ഉള്ളത് തന്നെ ഇപ്പോൾ നമ്മൾ ഈ പുതിയ അടുത്ത് വെക്കാൻ കഷ്ടപ്പെടാം കേട്ടോ. കുറേ സെയിൽ നടക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ആവശ്യമുണ്ട്. നമുക്ക് ഇവിടുന്ന് ലൈറ്റ്സ് ഒക്കെ നോക്കാം. ഈ ഒരു ഫ്ലോർ ലാമ്പ് എനിക്കും സുനിലിനും ഇഷ്ടപ്പെട്ടു. നല്ല യുണീക്കായിട്ടുണ്ട്. സോ വി തിങ്കിങ് ഇങ്ങനത്തെ ഒരെണ്ണം എടുക്കണോ. നമ്മുടെ ലിവിങ് റൂമിനൊരു ഫ്ലോർ ലാമ്പ് വേണം എന്നുണ്ട്. ഒരു തരം ചകിരിയില്ല, വേറെ എന്തോ ഒരു തരം അങ്ങനത്തെ മെറ്റീരിയൽ അങ്ങനെയുണ്ട്.
ലൈറ്റ്സ് കുറേ ഉള്ള സ്ഥലമല്ല, എന്നാലും കുറേ ബേസിക്കായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ആ കുട ഇഷ്ടപ്പെട്ടു, ആ കുടയും ഭംഗിയുണ്ട്, എനിക്കിതും ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇവിടെ നോർമൽ നമ്മൾ വാങ്ങുന്ന ലൈറ്റ് സ്റ്റോഴ്സിനെക്കാട്ടും വില ഭയങ്കര കുറവാണ്. അപ്പോൾ ഇതിനൊക്കെ $134 $135 കിട്ടാണ്ട് ഓൺ സെയിൽ. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഡീസൻറ്റ് ലുക്കിംഗ്. ഇതാണ് ഇഷ്ടപ്പെട്ട മുത്തിന്? ആ ബെറ്റർ ആണല്ലേ. നമുക്ക് ഈ ഒരു കളക്ഷൻ നല്ല ഭംഗിയുണ്ടാണ്. ഇതിനൊക്കെ സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ നോക്കൂ, $4,799 ആണ്, ഓൾമോസ്റ്റ് $4,800. പക്ഷെ ഇറ്റ്സ് ഡൗൺ ടു $3,600. പിന്നെ ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കണം കേട്ടോ, വേറെ കാര്യം. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. ഇതിന് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റൊക്കെയാണ് തോന്നുന്നു, എങ്ങനെ ചെയ്യാതെ എനിക്കറിയില്ല. ബട്ട് ഐ അസ്യൂം ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓ, നമ്മളുള്ള സോഫയിൽ മുഴുവൻ ഇരുന്ന് കുതിച്ച് പൊന്തി. ഇത് കണ്ടു, ഇതൊരു തരം സീറ്റിംഗ് ആണ് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ. ബട്ട് ചിലതിൻ്റെ സ്റ്റോറേജ് കാണാം, ലൈക്ക് എ ബിഗ് ഓട്ടോമൻ. എനിക്ക് അങ്ങനത്തെ ബോൺ ഇൻലേ ഫർണിച്ചറും വലിയ ഇഷ്ടമാണ്. സുമലിന് വലിയ താല്പര്യമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വീട്ടിലൊന്നും വെച്ചിരുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ചിലപ്പോൾ ഒരു കോഫി ടേബിൾ മാറ്റും, ഒരു പുതിയ ബോൺ ഇൻലേ കോഫി ടേബിൾ ചിലപ്പോൾ വീട്ടിൽ കാണും. നിങ്ങൾ ഓഫീസ് വിട്ട് വരുമ്പോൾ ഒരു ബോൺ ഇൻലേ ചിലപ്പോൾ വീട്ടിലിരിക്കും. ഒരാള് കിടന്ന് നിലത്തിരുന്നിട്ട് ടെസ്റ്റ് ചെയ്ത സോഫ വാങ്ങണം. സോഫയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നല്ല കോസിയായി തോന്നി. ഫ്രീഡം സെയിലുണ്ട് കേട്ടോ. അഗൈൻ ഇതൊക്കെ $3,200 എന്ന് തോന്നുന്നു. അല്ല, അത് ഇതിന് മാത്രമാണ്. ഇതെല്ലാം കൂടി ഇത്രയാവുമെന്ന് എനിക്കറിയില്ല. ലുക്സ് നൈസ്. വാവ് ഗൈസ്, ഞാൻ നല്ലൊരു മിറർ കണ്ടു. നോക്കൂ, ഇറ്റ്സ് ഓൺലി $674 ട്ടോ. ദാറ്റ് ഈസ് എ ബാർഗൈൻ. എന്ത് രസമാണ് നോക്കൂ ഈ മിറർ. എന്നെയും കൊണ്ട് ഫർണിച്ചർ കടയിൽ വരാൻ പറ്റില്ല, എനിക്കിതൊക്കെ കണ്ടങ്ങനെ വാങ്ങാമെന്ന് തോന്നുന്നു. ദിസ് ഇസ് സോ നൈസ്, സോ പ്രിട്ടി. നല്ല ബ്രാസ് ആയിട്ടുള്ള ബോർഡേഴ്സും അതിന്. ഇറ്റ്സ് മാസിവ്. നോക്കൂ, ഞാൻ ഇത്രയും എന്നെക്കാട്ടുണ്ട്. അടിപൊളി. ഓ, എനിക്കിത് ഇഷ്ടപ്പെട്ടപ്പോൾ കേൾക്കാത്ത മട്ടിൽ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ചേസും ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഇവിടെ ഒരാൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഔട്ട് ഓഫ് ഫാഷനാണ് ഈ മനുഷ്യൻ. എന്ത് ഔട്ട് ഓഫ് ഫാഷനാണ് നിങ്ങൾ? അത് കൊള്ളാം, അത് രസമുണ്ട് അല്ലേ. ദാറ്റ്സ് എ ക്യൂട്ട് ചെയർ. എന്ത് സുഖം അത് കാണാൻ. ഐ തിങ്ക് ബെഡ്റൂമിലൊക്കെ ഇങ്ങനത്തെ ഒരു കുട്ടി ഇത് വെക്കാം. നോ, വെരി നൈസ്. ഉറങ്ങി പോവും സാനു ബേബി. നീ ബേബിയോ? ഓൾഡ് ന്യൂ ഹൗസോ? എട്ടിന്റെ പണി കിട്ടുള്ളൂ. 8,000 കിട്ടും കേട്ടോ ഈ ഒരു സോഫ. ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് നൈസ്, വെരി കംഫർട്ടബിൾ. എൻ്റെ ഹോൾ സെറ്റിങ് തന്നെ നല്ല ഭംഗിയാണ്. ഇതിന് ഭംഗിയിൽ അറേഞ്ച് ചെയ്യുക, അതാണ് നമുക്ക് കണ്ണ് മഞ്ഞളിച്ചെന്നൊക്കെ നമ്മൾ വാങ്ങാൻ നോക്കണേ. ഇവൻ ലൈറ്റ്സ് ആൻഡ് കുഷൻസ്, ഞാൻ നമ്മുടെ വീട്ടിലെല്ലാ ത്രോസ് കുഷൻസ് ഒക്കെ ഇവിടുന്ന് കേട്ടോ, ഫ്രീഡം നടത്തണേ. വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് ഈ ഒരു സെറ്റിങ് ക്വൈറ്റ് നൈസ്. നോ, ഇരുന്ന് വായിക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. നമുക്ക് വായിക്കാൻ സമയമില്ല, വേറെ കാര്യം. ബട്ട് സ്റ്റിൽ തോന്നും. ഐ ലവ് ദിസ് പ്ലേസ്. അവിടെ ഒരു ചക്കീനെ പോലെ പ്രേത സിനിമയിൽ മാതിരി എടുത്തി നിൽക്കുന്നുണ്ട്. എന്താണാവോ? ഇറ്റ്സ് ഓക്കെ, സാഷു ബ്രേവ് അല്ലേ? ഓ, ടേക്ക് 2 എന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ഓടാടാ. This one's really fancy. Oh, ഇതാര് കള്ളക്കടത്തോ? ഒരു കള്ളക്കടത്ത് ലുക്ക് ഉണ്ട് അപ്പോൾ. ഓ, സ്റ്റഡി സെറ്റപ്പാ തോന്നുന്നു കേട്ടോ. നമ്മുടെ സ്റ്റഡി ടേബിൾ വാങ്ങിയിട്ടില്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിയതായിരുന്നു. നമുക്ക് ഡീസൻറ്റ് പ്രൈസ്, $899. ഓൾമോസ്റ്റ് $900. ക്വൈറ്റ് നൈസ്. ചെയർസും ക്വൈറ്റ് നൈസ്. നെക്സ്റ്റ് സ്റ്റോപ്പ് കോള ലിവിങ്. ഇവിടുന്ന് നമ്മളേതോ ഒരു കൗച്ച് വാങ്ങിയിട്ടുണ്ട്. നല്ല നല്ല സാധനങ്ങളാട്ടോ. ഇറ്റ്സ് ലോട്ട് മോർ അഫോർഡബിൾ റേഞ്ചിലുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. സ്വിവൽ ഇൻഡിവിജ്വൽ ചെയർ. സ്വിവലാവണില്ല, കഴുത്ത് മാത്രം സ്വിവൽ ചെയ്യണ്ട. പക്ഷേ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. വേണ്ടോ? അപ്പോൾ ഇത് നോക്കപ്പോ നമുക്ക് ഡൈനിങ്ങിൻ്റെ അവിടെ ഒരു ലാമ്പ് വേണം. നോക്കൂ ഈ ലാമ്പ്. ചെറുബുക്കിൽ ഇതൊക്കെ സൂട്ടാവോ? അനദർ വൺ. സുന്ദരി കുട്ടി. എന്നെ അല്ല കേട്ടോ ഉദ്ദേശിച്ചത്, ഞാൻ ഈ മിററാണ് ഉദ്ദേശിച്ചത്. കുറച്ച് കൊല്ലം മുമ്പ് വരെ ഇത്രയും വലുതായിരുന്നില്ല അവരുടെ ഈ സ്റ്റോർ കേട്ടോ, ഈ കാസിൽ ഹില്ലിൽ. വെരി ബ്യൂട്ടിഫുൾ സെറ്റിങ്ങിൽ. നമുക്ക് ലൈറ്റും ടേബിളും പിന്നെ ഈ ബുഫേ, ദ മിറർ, നൈസ്, വെരി പ്രിറ്റി.
അടിപൊളി, നല്ല ഡൈനിങ് അല്ലേ, വെരി യുണീക്ക് പീസ്. അങ്ങനെ സംഭവം. ഇത് നമ്മുടെ ഇന്ത്യൻസിൻ്റെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഈ കമ്പനി കോവാലി ഇന്ത്യൻസ് നടത്തുന്നതാണോ എന്ന്. കാരണം ചെറുതായിട്ട് നമ്മുടെയൊക്കെ ഒരു സ്റ്റൈലിൽ കുറച്ച് ഇങ്ങനെ ഗ്ലിറ്റർ ഗ്ലാം ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ കൂടുതൽ ഇന്ത്യൻസിനാണ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺസിനൊക്കെയാണ് പ്രിഫറൻസ്. ഇതാ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സോഫ, അതിപ്പോഴും ഉണ്ട് കേട്ടോ. വൺ ഓഫ് ദ ലിവിങ് റൂംസിൽ നമ്മൾ ഈ സോഫ തിരിച്ചു കൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതിപ്പോഴും ഉണ്ട് ഇൻ സെയിൽ ഹിയർ. നൈസ്. സാഷ് ബേബി, ഇസ് ദിസ് ആ സോഫ? അല്ലേടാ? ഓ ഓ, നീ അങ്ങനെ അത് തെളിയിക്കണ്ട. തളർന്നു കേട്ടോ. നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുക. എൻ്റെ കൂടെ ഒരു കിളിയുണ്ട്. നൈസ്ല്ലേ ഈ പെയിൻറ്റിങ്. ഞാൻ അമ്മ ഇവിടെ വന്ന സമയത്ത് ഇങ്ങോട്ട് അമ്മയെ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് തോന്നാം. ഫർണിച്ചറൊക്കെ നല്ലതാണ്. നോട്ട് ആസ് കംഫർട്ടബിൾ. നമ്മൾ മറ്റേ ഇന്നിപ്പോൾ കണ്ട കുറേ കൗച്ചസിനെക്കാട്ടും ഇരിക്കുമ്പോഴുള്ള കുറച്ച് കംഫർട്ട് കുറവ് തോന്നുന്നു ഇവിടെ. കുഡ് ബി ദ ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യുന്ന സ്റ്റൈൽസിൻ്റെയും ആവാം കേട്ടോ. വി വാണ്ട് സംതിങ് ലൈക്ക് ദിസ്. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു 2 ചെയർ നമുക്ക് വേണം. ക്യൂട്ട് ലിറ്റിൽ വൺസ്. ആക്ച്വലി ദിസ് ഇസ് കംഫി, ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. നമുക്ക് കുറേ സാധനങ്ങൾ വേണം, കുറേ സാധനങ്ങൾ വേണ്ട, പക്ഷെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് അയ്യോ ഇത് വേണം എന്നൊക്കെ. അതാണ് പ്രശ്നം. മനുഷ്യനല്ലേ, പിന്നെ എന്നെ പോലത്തെ മനുഷ്യനാണെങ്കിൽ ആഗ്രഹവും അത്യാഗ്രഹവും ചിലപ്പോൾ കൂടും. എനിക്ക് ഇങ്ങനത്തേനൊക്കെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഹോം ഡെക്കോറൊക്കെ ചെയ്യാൻ. നമ്മുടെ മറ്റേ വീട് നമ്മൾ നല്ലോണം നോക്കിയൊക്കെ എടുത്തു. അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു ടേസ്റ്റിനെ നോക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീടിനെയും പതുക്കെ നമുക്ക് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കണേ. അതിൻ്റെ ഒരു ശ്രമമാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഞാൻ നാട് വിട്ടിട്ടൊന്നുമില്ല, ഇവിടെ ഉണ്ടടാ. ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഗൾഫിലൊന്നും പോയിട്ടില്ല. Which sofa do you like, Sashu? I like that one. That one. Yeah. പൂര കച്ചറ. അതിന് പലതും വാങ്ങി കൊടുത്തു, എന്നിട്ടും അത് കച്ചറയാണ്. വൃത്തിയോടെ കിടപ്പായി. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ രാത്രി സ്ലൈറ്റായിട്ട് പേടിയാവോ എന്നാണ് എനിക്കൊരു പേടി. ഒരു പ്രേതബാധ ലുക്ക്. ഈ സെറ്റിംഗ് കൊള്ളാം. വെരി നൈസ്. നൈസ് ആൻഡ് ക്യൂട്ട്. കംഫർട്ടബിൾ. നല്ല സോഫയാ, കംഫർട്ടബിൾ. ഓക്കെ ഗൈസ്, ഈ ഹോൾ ഷോപ്പിംഗ് സെൻറ്റർ 2 ബിൽഡിങ്സ് ആയിട്ടാട്ടോ. നമ്മളിപ്പോൾ കണ്ടത് മുഴുവനും ദ സൗത്ത് സൈഡ് ഓഫ് ഇറ്റ് ആണ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് വിഗോഡ് ദ നോർത്ത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇവിടെയാണ് ദ നോർത്ത് സൈഡ്. ഇവിടെയാണ് വേറെയും കുറേ ഷോപ്സും സ്റ്റോഴ്സൊക്കെ ഉള്ളത്. JB Hi-Fi, അഡേഴ്സ് ഉണ്ട്, കിങ് ഫർണിച്ചർ ഉണ്ട്. പണ്ട് നമ്മൾ ഫർണിച്ചർ നിക്സ് കാലിയിൽ നിന്നാണ് എടുത്തത്. അതൊക്കെ ഇവിടെയായിരുന്നു. ഇപ്പോൾ അവർ മാറി. പക്ഷേ അവർ കുറേ സ്റ്റോഴ്സ് ഉണ്ട്. നമ്മളിപ്പോൾ പോകാം അവിടെ ബീക്കൺ ലൈറ്റ്സിലാട്ടോ. നമുക്ക് കുറേ ലൈറ്റ്സ് വാങ്ങാനുണ്ട്. എനിക്ക് ഈ ഹോം ആൻഡ് ഗോ എന്തായാലും ഇഷ്ടം. എല്ലാ കടകളും നമുക്ക് ആവശ്യമുള്ളതുണ്ട്. ഇലക്ട്രിക്, ഇപ്പോൾ ഫ്ലോറിങ്, ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ, കർട്ടൻസിൻ്റെ കാര്യങ്ങൾ, ബെഡ് എല്ലാം ഉണ്ട്. ഇലക്ട്രിക്കൽ തൊട്ടിട്ട് സർവ്വത്ര സാധനമുണ്ട്. നമ്മൾ നാൾ പാല് കാച്ചലിൻ്റെ മുന്നൊക്കെ മൈക്രോവേവ് ഒക്കെ വന്ന് വാങ്ങിയതും ഒക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. കാരണം ഇലക്ട്രിക്കലും ഉണ്ട്, എല്ലാം കിട്ടും. ആൻഡ് ഇറ്റ്സ് നോട്ട് സോ ഓവർലി ബിഗ് ദാറ്റ് നമുക്ക് എന്താണ് എവിടെയാണെന്ന് തിരിച്ചറിയാത്ത അവസ്ഥയും വരില്ല കേട്ടോ. വി നോ ദിസ് പ്ലേസ് ബൈ ഹാർട്ട്. ഏത് കട എവിടെയാണെന്ന് കൃത്യമായിട്ട് എനിക്കൊക്കെ അറിയാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ബീക്കൺ ലൈറ്റിംഗ് നൗ. ഓക്കെ, ദിസ് ഈസ് ബീക്കൺ ലൈറ്റിംഗ്. നമുക്ക് കുറേ ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കാസിലെ ഈ ബ്രാഞ്ചിലാണ് വന്നിക്കണേ. ആഹാ, അടിപൊളി. ഓഹോ, അടിപൊളി. എല്ലാം എടുക്കാം, എല്ലാം ഓരോ പ്ലേറ്റ് വന്നിട്ട്. നമ്മുടെ കിച്ചൺ ബെഞ്ചിൻ്റെ മുകളിൽ നമുക്കൊരു ലൈറ്റ് കുത്തണം, പഴയ വീട്ടിലെ മാതിരി. ലുക്സ് നൈസ്. എന്താ ഇത് സംഭവം? സിമെൻറ്റോ? ലുക്സ് ലൈക്ക് കോൺക്രീറ്റ് അല്ലേ? എൻ്റെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് കേട്ടോ. വൈറ്റും അങ്ങനത്തെ ഒരു ബെയ്ജ് ഷെയ്ഡും. നമ്മുടെ ബെഞ്ചിന് ഏതാ മാച്ച് ആവാന്ന് ഇങ്ങനെ നോക്കുക. എൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഈ ലാമ്പ് നമ്മുടെ വീട്ടിലുണ്ട്, അതൊരു ഫ്ലോർ ലാമ്പ്. അതിപ്പോഴും ഇവിടെ വെക്കണം. ഇതാരെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. നമ്മുടെ സ്റ്റെയർ കേസിൽ പണ്ടുണ്ടായിരുന്നൊരു വലിയ ഡോമല്ലേ, അത് നമ്മുടെ പഴയ വീട്ടിലിട്ടിട്ട് പോന്നു. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് നമുക്കൊരു സ്റ്റെയർ കേസ് ലൈറ്റ്സ് ഒക്കെ വേണം. ഒക്കെ നോക്കിക്കൊണ്ടിരിക്കാം. എങ്ങനെയുണ്ട്? എല്ലാം കൂടെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവണം ആക്ച്വലി. നല്ല രസമുണ്ട് ഇവിടെ എല്ലാത്തിൻ്റെ ഇടയിൽ. പക്ഷെ നമ്മുടെ അവിടെ ഓരോ സ്പേസിലുമാണ് നമ്മൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണേ. നല്ല രസമുണ്ട് എല്ലാം കാണാൻ. ഇവളെയും കൊണ്ടാണെങ്കിൽ പൊട്ടണ സാധനങ്ങളുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ടെൻഷനാണ്. പേടിച്ച് ജീവൻ കയ്യും പിടിച്ചിട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണത്. ഒന്നും തൊടണ്ട കേട്ടോ, ഒന്നും തൊടണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുണ്ടോ, ലൈറ്റും ഉണ്ട്, ഫാനും ഉണ്ട്. കൊള്ളാം. അത് ഡിഫറെൻറ്റ് സ്റ്റൈൽസിലൊക്കെ കാണാനുണ്ട് കേട്ടോ, ഡിഫറെൻറ്റ് കളേഴ്സിലും. വണ്ടർ ഹൗ ഇറ്റ് വർക്ക്സ്. ചോദിച്ചു നോക്കണം. ഫാൻ ഓഫ് ചെയ്തിട്ട് വെറും ലൈറ്റ് ഇടാൻ പറ്റുമോ? ഇവിടെ വെറുതെ ഒന്ന് ബൂറി കയറി, ചെറുതിന് കയറാൻ വേണ്ടിയിട്ട് ബൂറി കയറി കേട്ടോ. So cute, you can read your book here. Yes. Leda? I was going to get the slide.
ഓ എനിക്ക് നല്ല ക്യൂട്ട് ഫർണിച്ചർ കുട്ടികളുടെ. ഇവളുടെ അങ്ങനത്തെ കോട്ടും ചേഞ്ച് ടേബിളും ഒക്കെ നമ്മൾ ബൂരിയിൽ തന്നെയാണ് എടുത്തിരുന്നത് സാഷുവിൻ്റെ. പിന്നെ ഇപ്പോൾ അത് വലുതായപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും മൂവ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ വന്നപ്പോൾ അതൊക്കെ എടുത്തിട്ട് കൊടുത്തു ഞാൻ. How do you do that, Sasha baby? 6, 7. അങ്ങനെ പറയോ? പിള്ളേർക്ക് 6, 7 ക്രൈസ് അല്ലേ ഇപ്പോൾ. ഇതാണ് അച്ഛമുട്ട് പഠിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ. എവിടെയാണ് നിൻ്റെ അച്ഛൻ? ലൈറ്റായിരുന്നു കേട്ടോ. നമുക്ക് മെയിൻലി വന്നിട്ട് നോക്കേണ്ടിയിരുന്നേ. ഒന്നും മര്യാദയ്ക്ക് നടന്നില്ല. ഇവൾക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പോൾ കരച്ചിലും ബഹളവും ഓളിയും ആ ഫുൾ സ്റ്റോർ കുലുങ്ങാൻ തുടങ്ങിയതിൻ്റെ ഓളിയിൽ. അപ്പോൾ ഇറങ്ങിയതാ. ഇപ്പോൾ ഒന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഫുള്ള് വാങ്ങാൻ പോയിരിക്കാം. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് വി തോട്ട് ലെറ്റ്സ് ഗോ ഹോം നൗ. എന്നിട്ട് നമുക്ക് നാളെ അവളുടെ ഉറക്കമൊക്കെ ഒന്ന് ശരിയായിട്ട് രാവിലെ തന്നെ വേഗം വന്നിട്ട് പിന്നെ ബാക്കി നോക്കാം ഈ വാങ്ങാമെന്നാട്ടോ വിചാരിക്കുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് ഫർണിച്ചറിൻ്റെയൊക്കെ. സോ ജസ്റ്റ് നീഡ് ടു ഫൈനലൈസ് വാട്ട് ടു ബൈ. പക്ഷേ ഇലക്ട്രിക്കിൻ്റെ കുറേ വാങ്ങാണ്ട് ബീക്കണിൽ. പിന്നെ വേറെ ഒരു സ്ഥലമുണ്ട് പറ്റിങ്ങ്. ഇതിൻ്റെ തൊട്ട് തന്നെ കോസ്മോ ലൈറ്റിങ് പറഞ്ഞിട്ട് അവിടെയും ഒന്ന് പറ്റിങ്ങ് പോകണം. അതൊക്കെ ഇനി നാളെ ചെയ്യണം. ടേക്ക് 2 അടുത്ത ദിവസമായിട്ടോ നമ്മളെല്ലാവരും ഇറങ്ങി. നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിറങ്ങി. ഇന്നലെ സാഷുവിന് വാശി കാരണം നമുക്ക് അധികം നോക്കാൻ പറ്റിയില്ല എന്താ ലൈറ്റ് ആൻഡ് ഇലക്ട്രിക് സ്റ്റോർ. അപ്പോൾ ഇന്ന് നമ്മൾ അതൊക്കെ ഒന്ന് നോക്കണമെന്നുണ്ട്. അവൾക്കൊരു ഉച്ച കഴിഞ്ഞിട്ട് ആ ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം കിട്ടാതെ ആകുമ്പോഴാണ് പാവം. അതാണ് ആ ഗ്രംപിനെസ് കാരണമാണ്. കുട്ടിയല്ലേ. അപ്പോൾ നമ്മൾ ചോദിച്ചു വൈൻ ഷീ ഈസ് വൈഡ് അവേക്ക് നമുക്കൊന്ന് നേരത്തെ ഇറങ്ങാം. അപ്പോൾ ഒന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ചും കൂടെ ഫർണിച്ചർ സ്റ്റോഴ്സ് നമ്മൾ വീട്ടിൽ പോയി ഇന്നലെ കണ്ട സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ ഇന്ന് ആ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ടു റീചെക്ക് അതർ ഓപ്ഷൻസ് ആൻഡ് ലുക്ക് അറ്റ് സം ലൈറ്റിംഗ് ആസ് വെൽ. നമുക്ക് അതെന്തായാലും അത്യാവശ്യമായിട്ട് വാങ്ങും വേണേ. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ ഇന്നലെ വന്ന ഹോം കോ തന്നെയാണ് കേട്ടോ. ഫ്ലോറിങ് തൊട്ടിട്ട് ബാർബിക്യൂവിൻ്റെ സാധനം, കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്സ്, ഹാവി നോം എന്തൊക്കെ പോപ്പുലർ വൺസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് കയറാനാണ് കേട്ടോ. ആദ്യം നമുക്കൊന്ന് പ്ലഷ് പോവാം. പ്ലഷ് തിങ്ക് സോഫാസ് എന്നാണ്. ദെവ് ഗോട്ട് സം റിയലി കംഫർട്ടബിൾ കൗച്ചസ്. ഒന്ന് പോയി നോക്കി നോക്കട്ടെ. നമ്മളിങ്ങനെ പ്ലഷിൽ വന്ന് നല്ല നല്ല സോഫകളൊക്കെ ട്രൈ ചെയ്തു. എന്ത് കംഫർട്ടബിൾ അറിയോ. നമ്മുടെ സിംഗിൾ സീറ്റേഴ്സും നോക്കി കളേഴ്സ് ഇങ്ങനെ പിക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിങ്ങനെ റൂമിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കൊണ്ടുവരും. ഞാൻ അങ്ങനെ ചെയ്യുക. പിന്നെ എൻ്റെ മെഷറിങ് ടേപ്പും ഐറ്റംസൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ഏതാണോ പാറ്റേൺ ഇഷ്ടമായേ അത് നോക്കി അപ്പോൾ എല്ലായിടത്തും ഉള്ള മാതിരിയൊക്കെ തന്നെ ഇങ്ങനെ കളേഴ്സും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി ഹാവ് ടു പിക്ക് സംതിങ്. എനിക്ക് തോന്നുന്നു ഇന്നലെ കണ്ടതിനെക്കാട്ടും സുനിലിന് ഇതിനോടാണ് കുറച്ചൊരു ചരിവ്. ഇന്നലെ കണ്ട എല്ലാതും വെച്ച് നോക്കുമ്പോൾ ആ ചെരുവിലാണ് ആ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് ഇത് മിക്കവാറും ഇവിടെ നിന്ന് തന്നെ വാങ്ങുമായിരിക്കും തോന്നുന്നു. പ്ലഷിൻ്റെ നല്ലതാട്ടോ. ഇറ്റ്സ് വെരി കോസി കംഫർട്ടബിൾ കൗച്ചസ്. നമ്മൾ ഇപ്പോൾ 3rd ലിവിങ് റൂം, ഇവിടെ 3 ലിവിങ് റൂംസ് ഉണ്ട് ഈ വീട്ടിൽ. അപ്പോൾ ആ 3rd സ്പേസിനാണ് നോക്കിക്കൊണ്ടിരിക്കണേ. അതിൻ്റെ ഒരു വിഡ്ത്ത് കുറവും ലെങ്ത്ത് കുറയുമുള്ള ഒരു തരം റൂമാണ് അതെങ്ങനെയാണോ പണ്ടത്തെ കാലത്ത് ആരെങ്കിലും പണിതോ ആയിട്ടുണ്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കസ്റ്റമൈസൊക്കെ ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പം കളേഴ്സും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സുഖം ഇവിടെ നോക്കി നോക്കി ക്ഷീണിച്ച് ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങാം. വെരി നൈസ് കൗച്ച്, വെരി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഫൈനലി ഡെലിവർ ആകുമ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട് സംഭവം, എന്ത് കളേഴ്സിലാണ് വന്നത്, എന്ത് കണ്ടീഷൻ ആൻഡ് ക്വാണ്ടിറ്റിയിലാണ് വാങ്ങിയെന്നൊക്കെ ഇത് ഇവൻച്വലി നമ്മുടെ വീട്ടിൽ ഡെലിവർ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവനവൻ കുഴിക്കടിച്ചെടുത്ത് ഓക്കെ. നമ്മളങ്ങനെ കുറേ തപ്പി അവസാനം പ്ലഷിലെ സോഫയാണ് ഏറ്റവും നമുക്ക് ബെസ്റ്റ് വർക്കൗട്ടായത്. നമ്മുടെ ഏരിയയ്ക്കും കളർ, കംഫർട്ട്, ഓൾ ഓഫ് ദാറ്റ് നോക്കിയിട്ട് കേട്ടോ. തളർന്നു. ഓൾറെഡി ഉച്ചയായി. രാവിലെ 10 മണിക്ക് വന്നാൽ. അപ്പോൾ ഇനി വിശക്കണം, നമുക്ക് മുട്ടകൾക്കൊക്കെ വിശക്കണം. ഗോയിങ് ഡൗൺ അഗൈൻ. ഇവിടെ ഒരു ഷെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കഫേ ഉണ്ട് കേട്ടോ. ഷെഡ് എന്ന് പറഞ്ഞിട്ട് കാസൽ ഹിൽ ഹോം പോയിൻ്റെ ഉള്ളിൽ തന്നെയാണതും. സോ വി ഗോണ ഗോ ദേർ. എല്ലായിടത്തും സെയിലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ കിങ്സ് ഫർണിച്ചർ. നമുക്കിപ്പോൾ ഈ ഞാൻ കാണിച്ചു തന്നത് ഇപ്പോൾ നമ്മൾ എടുക്കണ ഒരു സാധനം ആയതുകൊണ്ടാണ് കേട്ടോ. ഇതിനെക്കാട്ടും ബെറ്റർ, ബിഗർ, മോർ എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ഉണ്ട്. ഇതിനെക്കാട്ടും ലെസ് എക്സ്പെൻസീവ് ബ്രാൻഡ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വരിക വെച്ചാൽ ആ ഫുൾ റേഞ്ച് നിങ്ങൾക്ക് കിട്ടും. സോഡയും കൂടി നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ അതിനെന്തെങ്കിലും ഇങ്ങനെയൊക്കെ സോഡ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ യെസ് റൂട്ട് മീ എന്നൊക്കെ പറയും. നമ്മളിവിടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ഇൻ എ സ്പാൻ ഓഫ് 2 വീക്സ് വന്നിട്ട് കഴിക്കുന്നത്.
നീ മിണ്ടരുത്, ഇവളുണ്ടല്ലോ. ഓഹോ, അവസാനം അവിടുത്തെ സ്റ്റാഫ് ഒരു ഹോൾ പാക്കറ്റ് ഓഫ് മിഠായി കൊണ്ട് കൊടുക്കേണ്ടി വന്നു. കാരണം അങ്ങനത്തെ ചാട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഓടുക, മതിക്കുക, തലകുത്തി മറയുക. ഓക്കെ, നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടിയിട്ട് വിശക്കണു. ഇനി കഴിച്ചിട്ട് വേണം നമുക്കിനി ലൈറ്റ് സ്റ്റോറും കൂടെ ഒന്ന് കവർ ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ എല്ലാം ഇലക്ട്രിക്കൽ സ്റ്റഫും വാങ്ങണം കേട്ടോ. ഇന്നലെ നമ്മൾ ബീക്കൺ പോയിരുന്നല്ലോ, പക്ഷേ കച്ചറ സ്വഭാവം കാരണം വാങ്ങാൻ പറ്റിയതാ. അപ്പോൾ ഇന്ന് ഐ ഹോപ്പ് ഷീ ബിഹേവ്. ഭക്ഷണം കൂടെ കഴിഞ്ഞ് ഒന്ന് ബിഹേവ് ചെയ്താൽ നമുക്ക് അവിടെ പോയിട്ട് അതും കൂടെ വാങ്ങിയിട്ട് വേണം ഇനി വീട്ടിൽ പോകാൻ കേട്ടോ. ഓ, ഓട്ടം നിൽക്കണില്ല. ഒരു വീട് മാറി പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ ഫുള്ള് ഉണ്ട്, എന്നിട്ടും വാങ്ങാണ്ട് ഓട്ടം നോക്കിയെടുക്കൽ. ആൻഡ് ഇതൊക്കെ കിട്ടി വരുമ്പോൾ മാർച്ചൊക്കെ കഴിയും മിക്കവാറും. അതാണ് അവർ പറഞ്ഞത്, അത്രയും വെയിറ്റ് ഉണ്ട്. കാരണം കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കണതും നമുക്കിഷ്ടമുള്ള കളറും കിട്ടി. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. മാർച്ച് എൻഡോടെ കൂടിയെങ്കിലും പ്രതീക്ഷിച്ചാൽ മതി എന്ന് വിചാരിക്കണേ. വിഷുവിന് മുന്നേ നമുക്ക് സാധനം കിട്ടും വിചാരിക്കുന്നു. കണ്ടു നിന്റെ ഇതാണോ ഡ്രിങ്ക്? ഞാനൊരു ഫലാഫിൾ റാപ്പ് എടുത്തണേ. സാഷ്മണി ഹെർ നഗറ്റ്സ് ആൻഡ് ഫ്രൈസ് ആൻഡ് ഡ്രിങ്ക്സ്. സാനോ ഫ്രൈസ് മാത്രം മതി വിത്ത് മിൽക്ക് ഷേക്ക് പറഞ്ഞു. സുനിലിന് ഫസ്റ്റോ റാപ്പാണ് പറഞ്ഞേക്കണേ, ഫസ്റ്റോ ചിക്കൻ. ഇത് എന്ത് ദിവസം അപ്പോൾ? മാംഗോ സ്മൂതി കാരമൽ മിൽക്ക് ഷേക്ക്. പക്ഷെ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇവിടെ ഒന്ന് കാണിക്കാൻ വെച്ചു. പ്രൊവിൻഷ്യൽ ടൈപ്പ്, അതായത് ഈ ഫ്രഞ്ച് പ്രൊവിൻഷ്യൽ സ്റ്റൈലിൽ കണ്ടോ, ഇങ്ങനത്തെയൊക്കെ സ്റ്റൈലിലുള്ള ഫർണിച്ചേഴ്സ് ആൻഡ് ഡെക്കോർ ഇഷ്ടമുള്ളവർക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ. ഇറ്റ്സ് ക്വൈറ്റ് ഫാൻസി, ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. നല്ല സാധനങ്ങളും കിട്ടും, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ കുറേയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് അവർ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള കോട്ടൊക്കെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നല്ല ക്ഷീണമായി. ബട്ട് ഇത് കാണുമ്പോൾ ഒരു രസമാണ്. നമ്മുടെ പഴയ വീട്ടിൽ കിച്ചണിലൊക്കെ അത് ഇങ്ങനത്തെ ട്രാക്ക് ലൈറ്റ്സ് ഒക്കെ ആയിരുന്നു. 4 ട്രാക്ക് ലൈറ്റ് ഉള്ളത് പോലത്തെ ആയിരുന്നു. നല്ലതായിരുന്നു അതൊക്കെ. നമ്മൾ കുറച്ചൊക്കെ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ട്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ഇപ്പോഴത്തെ ഒരു മോഡലിൽ കുറേ പുതിയ ടൈപ്പൊക്കെ വന്നിട്ടുണ്ട്. പണ്ടത്തെ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, തിരിച്ച് വണ്ടി കയറിയിട്ടോ. കോട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു വെബ്സൈറ്റ് പോയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വെരി ഹെൽപ്ഫുള്ളായിരുന്നു. ബീക്കണിൽ കൺവെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി കേട്ടോ. ഐ തിങ്ക് ഷീ ഈസ് ആൻ ഇന്ത്യൻ. വെരി ഹെൽപ്ഫുൾ. ഞാൻ ഇത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കാണാറില്ല യൂഷ്വലി. ഷീ ഈസ് സോ നൈസ്. എല്ലാതും കാണിച്ചു തരാനും നമ്മുടെ വീടിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ദേ വർ ഏബിൾ ടു ഫിഗർ ഔട്ട് വാട്ട് വർക്ക്സ് ബെസ്റ്റ് എന്നൊക്കെ ഉള്ളത്. ഇനി ഇതൊക്കെ വാങ്ങാൻ വേണ്ട. തൽക്കാലം നമ്മൾ കോട്ടയം കൂടെ എടുത്തിരിക്കണത്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോയി അവിടെ പോയി സ്പേസിലി ഈ സ്പെസിഫിക് വൺസ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ നോക്കി ഫൈനലി നമുക്ക് അവരെ വിളിച്ചിട്ട് വേഗം വാങ്ങിയെടുക്കാതെ വേണ്ടു. ആൻഡ് ദേ വിൽ ഡെലിവർ ഇറ്റ് ഹോം. ഓർ നമുക്ക് ഇവിടെ വന്നിട്ട് പിക്കപ്പ് ചെയ്യാം. തളർന്നു. സോ പറ്റണില്ല ഇനി ഒന്നും ചെയ്യാൻ. 2 ദിവസമായില്ലേ ഫുൾ ഓട്ടം ഓഫ് ഫർണിച്ചർ ആൻഡ് ഇലക്ട്രിക്കിൻ്റെയും ഒക്കെ ആയിട്ട്. അപ്പോൾ ക്ഷീണമായി, നമുക്കും ക്ഷീണമായി, വണ്ടിക്കും ക്ഷീണമായി. ഇപ്പോൾ വണ്ടിക്ക് ഇനി കുറച്ച് ദാഹജലം പെട്രോൾ അടിക്കാൻ പോകാൻ പോവാണ്. ഓ ഗോഡ്, തളർന്നു, ക്ഷീണിച്ച് തളർന്നു. ഇതാ വീട്ടിലെത്തി. ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യിപ്പിച്ച് വേഗം പാലും കൊടുത്തിട്ട് കിടത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്കൊന്ന് ഉറക്കട്ടെ എന്നാലൊന്നും, അല്ലെങ്കിൽ വാശിയാവും. ബട്ട് മെഗാ വാശിയാവണേ കൂടെ നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചോ. നന്നായി. ഇപ്പോൾ കണ്ടുല്ലോ കുറേ വെറൈറ്റിയിലുള്ള സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. വൈ യു ക്യാൻ ഗോ വൺ ഷോപ്പ് സ്റ്റോപ്പ് ഫോർ ലൈക്ക് ഓൾ ഹോം വെയർസ്, ഡെക്കോർ, ഫേർണിച്ചർ, ഇലക്ട്രിക്, ഫ്ലോറിങ്, കർട്ടൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 1 സ്റ്റോപ്പ് ഷോപ്പ് പോലത്തെ ഒരു സ്ഥലം അത്. നമുക്ക് ഇതാണ് ഏറ്റവും അടുത്ത്, ഇതാണ് ഏറ്റവും പരിചയമുള്ള സ്ഥലവും. നമ്മൾ കെലുവിലായിരുന്നപ്പോഴും അവിടുന്ന് കാസലെല്ലാം നമുക്ക് അടുത്തായിരുന്നു. ചെറുപ്പൂർക്ക് ആയപ്പോഴും ഇപ്പോൾ കാസലെല്ലാം അടുത്താണ്. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ വൈസ് വളരെ കൺവീനിയൻ്റ് ആണ്. നമുക്ക് ഇൻ ആൻഡ് ഔട്ട് ആ സ്ഥലം പരിചയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പോണത്. ബട്ട് ഹോപ്പ് നിങ്ങൾ ആരെങ്കിലും ഹോം വെയർസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് ഓൾസോ ഹെൽപ്സ് യു, ബിക്കോസ് വി ആർ ഇൻ ദാറ്റ് പ്രോസസ് ആസ് വെൽ. നമുക്കിതൊക്കെ ഇനി ഒന്ന് ഫൈനലൈസ് ചെയ്യണം. സോഫാസ് ഓഫ് കോഴ്സ് നമ്മളെല്ലാം വാങ്ങി. നമ്മൾ ഒരു ലിവിങ് റൂമിനുള്ള ഒരു 6 പീസസാണ് അതിലുള്ളത്. ആൻഡ് വേറെ 2 സിംഗിൾ കൗച്ചസും പിന്നെ ഇലക്ട്രിക്കിൻ്റെ കുറച്ച് സാധനങ്ങളും. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നിന്ന് സോർട്ട് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ ഇതൊക്കെ പതുക്കെ എത്തുള്ളൂ. എത്തുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവസാനം. ഇതൊക്കെ എപ്പോഴാണ് പറഞ്ഞ മാതിരി മാർച്ച് എന്തൊക്കെ ആവും തോന്നുന്നു ഇതൊക്കെ കിട്ടാൻ.
ഇഫ് വി ആർ ലക്കി ഇറ്റ് മൈറ്റ് കം ഏർലിയർ. അവരങ്ങനെയാണ് പറഞ്ഞത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഓർഡർ, തിരക്ക് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ദിസ് ടൈം ഓഫ് ദി ഇയർ ഇസ് നോട്ട് ദാറ്റ് ബിസി അവർ പറഞ്ഞു. സോ മേ ബി വി മൈറ്റ് ഗെറ്റ് ഇറ്റ് ഏർലിയർ ഇഫ് യു ആർ ലക്കി. ബട്ട് കാണിച്ചു തരാം, എന്തായാലും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണു. വീട് എൻ്റെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറ്റുന്നതൊക്കെ ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്ത് തരാം. എല്ലാവരും തന്നിക്കടം ഗുഡ് വിഷസിനും ബിഗ് താങ്ക് യു. ഇനിയിപ്പോൾ വീട് ഇവിടെ വെച്ചിട്ടുള്ള കുറേ വീഡിയോസ് ഇനിയും വരുന്നുണ്ടാവും. Until we see you in the next video, this is bye from Shruti and bye from സിനിമ മലയാളി എന്നാട്ടോ ഉദ്ദേശിച്ചത്. Bye guys. See you.